ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ദുബായിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഒന്ന്. ഒറ്റയ്ക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരേ നിർബന്ധം അവളും ഫാമിലിയും കൂടെ ഉണ്ടാവുമെന്ന്. ശരിക്കും അവർ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡേ ഇത്രയും എൻജോയബിൾ ആയത്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ നിന്നും എന്നൊരു മെട്രോ സ്റ്റേഷനിലേക്ക് ഇറക്കി തന്നത് കസിൻ ബ്രദർ ആയിരുന്നു. വരുന്ന വഴിക്ക് എനിക്കൊരു കുനാഫ വാങ്ങി തന്നതാണ്. ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല. പക്ഷേ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 2 സ്പൂൺ കഴിച്ചാൽ തന്നെ നമുക്ക് മതിയാവുമല്ലോ. ഇതിപ്പോൾ ഏത് മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കിപ്പം ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇതുവരെ വരാത്തൊരു മെട്രോ സ്റ്റേഷനാണിത്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അങ്ങ് അജ്മാനിൽ എത്തിയിട്ടുണ്ട് സഫ്നാസ് ആൻഡ് ഫാമിലി. അപ്പോൾ ഇത്രയും സമയമായിട്ട് ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഒരു സ്ഥലം കണ്ടപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് ഗ്ലോബൽ വില്ലേജ്. 2004 വരെയുള്ള ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഗ്ലോബൽ വില്ലേജും മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഇതിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്നെ ചടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നടക്കാണ്ടാവും, നിങ്ങൾ ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതേപോലെ ഇവിടെ നമ്മൾക്ക് അവർ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും പിന്നെ അതുപോലെ കിഡ്സിനായിട്ട് വേറെ സംഭവങ്ങളൊക്കെ അവർ റെൻറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഹവേഴ്സിനാണ് പേയ്മെൻറ്റ് വരുന്നത്. എന്നാലും നമ്മളത് എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് കറങ്ങി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ 2 കുഞ്ഞിപ്പിള്ളേരുണ്ട്. ആ കുഞ്ഞിപ്പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രോളി എടുക്കണോ അതോ ഇവിടെ കാറ് പോലത്തെ വേറൊരു സാധനമുണ്ട് അതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പാവലിയൻസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിലും കയറാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമേ നമ്മൾ കയറുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറുന്നത് തുർക്കീൻ്റെ പവലിയനിലാണ്. എല്ലാ പാവലിയനിലും കയറാൻ വിചാരിച്ചാൽ നമുക്ക് ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു തീരുമാനം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ഇവരുടെ പോട്രി, അതുപോലെ ക്ലോതിങ്, പിന്നെ ഇവരുടെ ലൈറ്റ്സ് ഒക്കെ ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഞാനങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിത് കാണുന്നത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പാട്. നോക്കുമ്പോൾ നല്ല അടിപൊളി ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഫയർ വർക്ക്സ് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഡ്രോൺ ഷോ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. സംഭവം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് ഇതിൽ കാണിക്കുന്നുള്ളൂ. കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഭംഗി എന്തായാലും ഈ വീഡിയോയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഡ്രോൺസ് ആണ്. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫുഡ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാട്ടോ. വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസാണ്. ഈ കാണുന്നതൊക്കെ സ്വീറ്റ്സാണ്. ഹലാവ ഒക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്വീറ്റ്സാണ്. അതുപോലെ തന്നെ ഇവരുടെ ബാഗ്സ്, പിന്നെ ക്ലോത്ത്സ്,
ആൻഡ് എസ്പെഷ്യലി ഇവരുടെ ലൈറ്റ്സ്, അത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്നൊരു കൈൻഡ് ഓഫ് ലൈറ്റാണത്. ഇതിൻ്റെ തന്നെ കുഞ്ഞി ലൈറ്റ്സും ഷാൻഡിലിയേഴ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സഫ്നു പറഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ സ്വീറ്റ് ട്രൈ ചെയ്യാൻ പോവാം. ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ. ഓരോന്നിനും ഒരു യുണീക്ക് ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർ നമുക്ക് ഏതെങ്കിലും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തരും കേട്ടോ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, ഇതേപോലെ റോസ് പെറ്റൽസും പിസ്തയാണ് കേട്ടോ. ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ, പക്ഷെ മധുരം കുറേ കഴിച്ചിട്ട് ഞാൻ പിന്നെ വാങ്ങണ്ടെന്ന് പറയായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടെങ്കിലും മധുരം ഇങ്ങനെ തലക്ക് എടുക്കുന്ന പോലത്തെ ഒരു ഫീല്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോണത് പാകിസ്ഥാൻ പാവലിയൻ. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, ഇവരുടെ ഫാബ്രിക് ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ നല്ല പ്യുവർ ക്രേപ്പ് മെറ്റീരിയലാണ്. മീറ്ററിന് എത്ര 25 അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ. അത് വെച്ച് എന്തായാലും ഗൗണെല്ലാം സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് പ്രിൻറ്റഡ് ആയിട്ടുള്ള പാകിസ്ഥാനി സൽവാർസ് വാങ്ങണമെന്നുണ്ട്. അപ്പം നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയലൊക്കെ എവിടെയാണെന്ന് ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഏറ്റവും ബേസിക്കായിട്ട് ലോണിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതന്നെ ടോപ്പും പാൻറ്റും ദുപ്പട്ട ഇങ്ങനെ റോളായിട്ടാണ് വരിക, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളൊരു ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള സൽവാർ സൂട്ട്സ് ശ്രദ്ധിച്ചത് കേട്ടോ. കുറേ നേരം അങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് അവസാനം അവിടെ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടോ. അതായത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലും അതിൽ തന്നെ ഈ സെറ്റ്സൊക്കെ ചിലത് നല്ല ഭംഗിയുണ്ടാവും. हाय बोलो. हाय चाय पीने वीआईपी कड़ा 10 हां बोलो കുടിക്കോ चाय है ये कितने मीटर बहुत अच्छा रेट देखो अपने വിളിക്കട്ടെ അരെ ചായ ആണ് ചോദിച്ചത് നാല് ചായ വരണം ഓനെ ചായക്ക് പോണം. അങ്ങനെ നമുക്ക് വേണ്ടി അവർ ചായ ഓർഡർ ചെയ്യാൻ പോയിരിക്കുക കേട്ടോ. हमारी शॉप कैसी लगी आपको? कैसे शॉप मारा? अच्छे? अच्छा वो डिस्काउंट देगा ना तब. नल्ले मिटे नल्ले सूपर. ये ग्रीन वो നല്ല രസമുണ്ട്. ग्रीन कौन सेट? नहीं अभी 10 पीस नहीं हुआ ना. अच्छा ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം. ये चाय आ गई है. गिर नहीं जाए, एक मिनट सबर. आराम से. ओके थैंक यू. अब मैं अपनी चाय भी ले आऊँ. अपनी भी लियो जल्दी. लास्ट हमारे लिए നല്ല രസമുണ്ടല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡിസൈൻ. ഇതെല്ലാം ആക്ച്വലി ടോപ്പ് ആണെങ്കിലും ദുപ്പട്ട ആണെങ്കിലും ബോട്ടം ആണെങ്കിലും എല്ലാം റോളായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് തരിക ചെയ്യാം. हर साल में आती हूँ फिर भी 12 साल से इधर आ रहा हूँ. मेरी बहन कोई 12 से नहीं चैनल कौन थे लिखो. कितना हुआ सर? फॉलो जेती फॉलो. हाँ ये बाजी सिस्टर कौन से किस नाम से? FIND. एक मिनट आप चाय रखें इसको निकालते हैं. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ അവരെ കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോ? ചെയ്തില്ലേ? ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ, എനിക്കറിയില്ല. ये कौन सा लैंग्वेज है? उर्दू. उर्दू उर्दू है ना? किया आपने? हाँ ओके.
ഒരു സബ്സ്ക്രൈബറും കിട്ടി എനിക്ക്. ഗ്ലോബൽ വില്ലേജിലെ പാകിസ്ഥാനി പവലിയനിൽ കയറുമ്പോൾ ഈ ഒരു ഷോപ്പ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവരുടെ അടുത്ത്. ഷോപ്പ് നമ്പർ 8 SK ടെക്സ്റ്റൈൽസ്. ഇപ്പോൾ ഈ ഒരു ഗ്ലോബൽ വില്ലേജ് ഓൾമോസ്റ്റ് 6 months ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു സ്റ്റോൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത്യാവശ്യം ഒരു 3-4 പാകിസ്ഥാനി സൂട്ടൊക്കെ ഞാൻ വാങ്ങി. പിന്നെ ഞാൻ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ലോണാണ്. അതിന് നമുക്കൊരു സൂട്ടിന്, അതായത് പാൻറ്റ്, ദുപ്പട്ട ആൻഡ് ടോപ്പ്, ഇതിന് നമുക്ക് 50 ദിർഹംസാണ് ആയിട്ടുള്ളത് ഒരു സെറ്റിന്. അതിൻ്റെ അപ്പുറം നമ്മൾ UAEൻ്റെ പാവലിയൻ കണ്ടു. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബോസ്നിയൻ ഹൗസിലേക്കാണ്. ഉണ്ടല്ലോ അല്ലേ? ആണേ ട്രൈ, നിങ്ങൾ എല്ലാ പ്രാവശ്യം ട്രൈ ചെയ്യും? ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത ഐറ്റംസിൽ ഉള്ള ഒരു ഐറ്റമാണ് ഇത്, ബോസ്നിയൻ കബാബ്. ശരിക്കും ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. ഇവരെ പാക്കിംഗ് ആണെങ്കിലും അതുപോലെ ഇവരെ പ്രിപ്പറേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. എന്ത് രസത്തിലാണെന്നൊരു അവരിതൊക്കെ ചെയ്യണത്. ഇതിൻ്റെ കൂടെ ഡ്രിങ്ക്സ് ആയിട്ട് വരുന്നത് ലെബനാണ്. ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ബ്രെഡാണെങ്കിലും അതൊരു സ്പെഷ്യൽ ബ്രെഡാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ആൻഡ് അതിൻ്റെ ടേസ്റ്റും കുറച്ച് സ്പെഷ്യലാണ്. ആൻഡ് ലെബനാണെങ്കിലും ഇവരുടെ ലെബനാണ് കേട്ടോ. നമുക്ക് നോർമലി നമുക്ക് UAEയിൽ അവൈലബിൾ ആയിട്ടുള്ള ലെബനല്ല. അപ്പോൾ ഈ റൊട്ടിയില്ലേ, അതിങ്ങനെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സോസ് അവർ ഇടുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു മീറ്റിൻ്റെ പാറ്റി ആ റൊട്ടിയിലേക്ക് ഇടുന്നത്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ അവർ ഓണിയൻസും ആഡ് ചെയ്യും. എന്നിട്ടിത് ഇങ്ങനെ റാപ്പ് ചെയ്ത് തരിക ചെയ്യുക. ഇതൊരു 3 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അതായത് ഒരു നോർമലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ 3 പേഴ്സൺസിന് സുഖമാണ്. നമ്മൾ കാണുന്ന പോലെയല്ല ആ മീറ്റ് പാറ്റിയും പിന്നെ ആ റൊട്ടിയെല്ലാം കഴിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ നമ്മളിനി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ. ഇവരെല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇത് ട്രൈ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ 2 എണ്ണമാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ്. പക്ഷേ ഇതന്നെ കഴിച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഫുള്ളായിപ്പോയി. ആൻഡ് ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല കേട്ടോ. ഇനി ആരെങ്കിലും ഫസ്റ്റ് ടൈമേഴ്സ് ആണെങ്കിലും പിന്നെ ആരെങ്കിലും ദുബായിലേക്ക് പോകാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഓൾമോസ്റ്റ് 14 minutes ആവാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ശ്രീലങ്കയുടെ പവലിയനാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സിന്നമനാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സിന്നമൺ ഇവിടെ അവൈലബിൾ ആണ്. സോ വീണ്ടും നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഫെറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ഇതിൽ കുറഞ്ഞ പാക്കറ്റ് ഉണ്ടാവില്ല. ഇതൊരു ഭംഗിയെ കാണാല്ലേ. Ceylon cinnamon sticks. Wow, this is so beautiful.